പാലക്കാട് നെല്ലിയാമ്പതി പുലിയമ്പാറയിൽ പുലി കിണറ്റിൽ വീണു. പുലയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. പുലിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ്. ഗോകുൽ VS ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോകുൽ, എപ്പോഴാണ് ഈ പുലി കിണറ്റിൽ വീണത്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? അതായത് നെല്ലിയാമ്പതിയിൽ വലിയ വനം വകുപ്പിന്റെ ഒരു സന്നാഹം തന്നെ ഒരുക്കിയിട്ടുണ്ട്. കൂട് വച്ച്, അതായത് ഈ കിണറ്റിലേക്ക് കൂടിറക്കിക്കൊണ്ട് അതിനെ കൂട്ടിലേക്ക് മാറ്റി ഇവിടെ നിന്ന് മാറ്റാനുള്ള ഒരു ദൗത്യത്തിനാണ് ഇപ്പോൾ വനം വകുപ്പ് നേതൃത്വം നൽകുന്നത്. അതിനുവേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി തൃശ്ശൂരിൽ നിന്ന് ഡേവിഡ് ഡോക്ടർ എത്തണം. അതിനുശേഷമായിരിക്കും ആ ദൗത്യം ആരംഭിക്കുക. മയക്കുവെടി വയ്ക്കണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല. കാരണം കിണറായതുകൊണ്ട് തന്നെ മയക്കുവെടി വെച്ചാൽ ഒരു പക്ഷേ അത് സാധിക്കാത്തൊരു രീതിയിലേക്ക്, അതായത് പുലി കിണറ്റിലേക്ക് മയങ്ങി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ഒഴിവാക്കാൻ വേണ്ടി കൂട് വച്ച് കൂടിനുള്ളിലേക്ക് ഈ പുലിയെ കയറ്റിയതിന് ശേഷം അവിടെ നിന്ന് മാറ്റുക എന്നുള്ള രീതിയിലേക്ക് പോകാനാണ് സാധ്യത. അത്രമാത്രം അതീവ ദുഷ്കരമായ ഒരു ദൗത്യമാണ് വനം വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ കിണറിൽ നിന്ന് പുലിയെ എടുക്കുക എന്നുള്ളത്, അതിനുശേഷം മറ്റൊരു സ്ഥലത്തേക്ക് അതിനെ മാറ്റണം. അതീവ തരത്തിലുള്ള നിരവധി വെല്ലുവിളികളുണ്ട്. ആദ്യം കോണി വെച്ച് ഇത്തരത്തിൽ പുലിയെ പുറത്തേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അത് വിജയിച്ചില്ല. അതിനുശേഷം ടയർ കെട്ടി പുലിയെ വെള്ളത്തിൽ നിന്ന് മുങ്ങിപ്പോകാത്ത സാഹചര്യത്തിലേക്ക് സുരക്ഷിതമായി തന്നെ നീക്കിയിട്ടുണ്ട്. ഇനി അതിനുശേഷം അതിനെ ഒരു കൂടിറക്കി ആ കൂടിനുള്ളിലേക്ക് ഈ പുലിയെ മാറ്റണം. അതിനുശേഷം അതിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകും എന്നുള്ളതാണ് വനം വകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. ഈ നെല്ലിയാമ്പതി പ്രദേശം എന്ന് പറയുന്ന നിരവധി വന്യജീവികളുള്ള സ്ഥലമാണ്. കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ചുരം പാതയിലടക്കം പുലിയെ കണ്ടതാണ്. ആ വാർത്തകൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതാണ്. അത് കഴിഞ്ഞ് മണിക്കൂറുകൾക്കകമാണ് ഇത്തരത്തിൽ പുലിയമ്പാറയിൽ ഒരു കിണറ്റിൽ പുലി വീണ ഒരു സാഹചര്യം ഉണ്ടായത്. 5:30-ക്കാണ് ഈ പുലിയെ കണ്ടത്. തുടർന്ന് വനം വകുപ്പ് എത്തി ആദ്യം കോണി വെച്ച് പുലിയെ കയറ്റാനുള്ള ഒരു ശ്രമം നടത്തി. എന്നാൽ അത് പരാജയപ്പെട്ടു. അതിനുശേഷം ഇനി കൂട് വെച്ചതിന് ശേഷം പുലിയെ മാറ്റാനുള്ള ശ്രമമാണ്. ഏകദേശം മണിക്കൂറുകൾ പിന്നിട്ടു. കിണറ്റിൽ അകപ്പെട്ട് കിടക്കുകയാണല്ലോ. അപ്പോൾ അതിന്റെ ആരോഗ്യാവസ്ഥയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആശങ്കയൊക്കെ ഉണ്ടോ? അതായത് വെറ്റിനറി ഡോക്ടർ അല്പസമയത്തിനുള്ളിൽ തന്നെ അവിടേക്ക് എത്തും. അദ്ദേഹം ചാലക്കുടിയിലായിരുന്നു, അതിരപ്പള്ളി ദൗത്യത്തിലായിരുന്നു. അതിനുശേഷം അദ്ദേഹം വീണ്ടും, അതായത് നെല്ലിയാമ്പതിയിലേക്ക് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇവിടേക്ക് അല്പസമയത്തിനുള്ളിൽ തന്നെ എത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നിലവിലിപ്പോൾ പുലിയെ സുരക്ഷിതമായി, അതായത് വെള്ളത്തിൽ മുങ്ങാത്ത രീതിയിൽ ഒരു ടയർ വച്ച് അതിൻ്റെ മുഖം, മേൽഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിലേക്കാക്കി നിർത്തിയിട്ടുണ്ട്. കൂടെത്തിച്ചിട്ടുണ്ട്. ഇനി കൂടിറക്കി ആ പുലി അതിലേക്ക് മാറ്റണം. അതിനാവശ്യമായ വൈദ്യസഹായങ്ങൾ നൽകണം, ചികിത്സ നൽകണം. ആ കാര്യങ്ങളാണ് ഇനി മുന്നിൽ നിൽക്കുന്നത്. അതീവ ദുഷ്കരമായ ഒരു സാഹചര്യമാണ്. ആദ്യം കോണി ഇറക്കി അതിലൂടെ കയറ്റി പുറത്തേക്ക് എത്തിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അത് വിജയിച്ചില്ല. അതിനുശേഷം ആ പ്രദേശവാസികളെ പൂർണ്ണമായി ആ പ്രദേശത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. ആർക്കും അങ്ങോട്ട് ഈ ദൗത്യം നടക്കുന്ന സ്ഥലത്തേക്ക് പ്രവേശനമില്ല. അങ്ങനെ വനം വകുപ്പ് പൂർണ്ണമായി തന്നെ ആ പ്രദേശത്തേക്ക് ആരെയും കയറ്റിവിടാതെയാണ് ഈ ദൗത്യം നടത്തുന്നതും. പുലിയെ ഇനി കൂടിനുള്ളിലേക്ക് കയറ്റി അതിനെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഇനി മുന്നിലുള്ള ഏക വഴി. അതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്, കൂടെ എത്തിച്ചിട്ടുണ്ട്. നിലവിൽ പുലി അവശനല്ല എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും. ശരി ഗോകുൽ, പാലക്കാട് നെല്ലിയാമ്പതി പുലയമ്പാറ സ്വദേശി ജോസിന്റെ വീട്ടിലെ കിണറ്റിലാണ് പുലി അകപ്പെട്ടു പോയത്. വൈകിട്ട് 5:30 ആയിരുന്നു സംഭവം. പുലിയെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോകുൽ VS ആണ് വിവരങ്ങൾ നൽകിയത്.